ആമിർ ഉസ്മാന്റെ ക്യാമറയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഭംഗിയുള്ള മുഖം എവിടെ കണ്ടാലും അനുവാദം പോലും ചോദിക്കാതെ അത് പകർത്തും. ഈ ഫോൺ മുഴുവൻ മിസ്ഡ് കോളുകളാ, എല്ലാം പെൺകുട്ടികളുടെ. അവർക്ക് എന്റെ ക്യാമറയിൽ എന്നും മുഖം കാണിച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ ഏതെങ്കിലും മാഗസീനി സെൻട്രൽ സ്പ്രെഡോ കവറോ. അവർക്കറിയാം ആമിർ ഉണ്ടാക്കി കൊടുക്കാനിടയുള്ള റീച്ച്. ഫാഷൻ വേൾഡിലെ കൊടി വെച്ച ഏജൻസികളുടെ കണ്ണിപ്പെട്ട പെണ്ണിന്റെ തലവര മാറും. അങ്ങനെ മാറ്റിയിട്ടുണ്ട് ഈ ആമിർ ഉസ്മാൻ ഒരുപാട് തവണ. ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടിയല്ല. നമ്മൾ എങ്ങനെയുള്ളവരാണെന്ന് ജഡ്ജ് ചെയ്യേണ്ടത് നമ്മളല്ലല്ലോ ലോറ, മറ്റുള്ളവരല്ലേ. ലോറ എനിക്കറിയാം, നന്നായിട്ടറിയാം. അതുകൊണ്ടാ തന്നോട് മോശമായി പെരുമാറിയ കലേശിനെ എടുത്തിട്ട് ചതയ്ക്കാൻ എനിക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരാതിരുന്നത്. പക്ഷെ എന്റെ ഒരു സംശയത്തിന് ലോറ കൃത്യമായി മറുപടി പറഞ്ഞേ പറ്റൂ. ലോറ ആരെയാ പേടിക്കുന്നത്? നുണ പറഞ്ഞെന്നെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ഒരു നല്ല ചങ്ങാതി അങ്ങനെ കാണാമെന്നെ. പറയും എന്താ ലോറയുടെ പ്രശ്നം? പെൺകുട്ടികളുടെ മനഃശാസ്ത്രം പഠിച്ചിട്ടുണ്ട് ഞാൻ. ഇത്രയും വലിയ എക്സ്പോഷർ കിട്ടിയിട്ടും ലോറയ്ക്ക് അതിലൊട്ടും സന്തോഷമില്ല. സന്തോഷമില്ലെന്ന് മാത്രമല്ല, ഇറിറ്റേറ്റഡുമാണ്. ലോറ ചെയ്യുന്ന ജോലി വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. എന്നോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറയാം. എന്നെ കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്യാം. എന്നെ വിശ്വസിക്കാൻ ലോറയ്ക്ക്. ഓൾമോസ്റ്റ് ലോറയെ പോലെ തന്നെ ഞാനും. എലോൺ, ഒറ്റയ്ക്ക്. അതുകൊണ്ട് ചതിക്കില്ലൊരിക്കലും. ലോറ, ഒരു പേടിയും വേണ്ട. എന്തിനും എൻ്റെ കൂട്ടുണ്ടാവും എപ്പോഴും. ഹലോ ചേച്ചി. സാറാ, എന്തിനാ ചേച്ചി ഇങ്ങനൊരു ഫോട്ടോ മാഗസിനിൽ കൊടുക്കാൻ പോയത്? ഇതെങ്ങാനും ആ ബ്ലാക്കിന്റെ ആൾക്കാർ കണ്ടാലോ? വേണ്ടായിരുന്നു ചേച്ചി. ബ്ലാക്കിന്റെ ആൾക്കാർ പ്രതികാരം ചെയ്യാൻ ചേച്ചി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ നേരത്ത് ഇത് വേണ്ടായിരുന്നു.
ഏയ് ഏയ് ഭാഗ്യമുള്ള ആളത്. അല്ലെങ്കിൽ എവിടെയോ കിടന്ന താൻ എന്റെ മുമ്പിൽ വന്ന് പെടാനും തന്റെ പടം എടുക്കണമെന്ന് എനിക്ക് തോന്നാനും അത് വിൻഡോസിൽ മുഖചിത്രമായി വരാനും ഭാഗ്യമാണ്. തന്റെ മാത്രം ഭാഗ്യമാണ്. എൻക്വയറി വന്നിരിക്കുന്നു. ഏഷ്യൻ കൺട്രീസിൽ കോസ്മെറ്റിക്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഫേമിന് ബ്രാൻഡ് ഫേസ് ആയി തന്റെ മുഖം വേണം അത്രേ. ചോദിക്കുന്ന പണം കിട്ടും. പിന്നെ ഈ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുന്ന മൈലേജ്. ഒരാടിൽ മുഖം കാണിച്ച തുടരെ ചാൻസ് ആയിരിക്കും. ക്യാഷ് വന്ന് മറിയും. എനിക്ക് ആ പണം വേണ്ടെങ്കിലോ? ഏയ് നിക്കേ, മോഡലിംഗ് ഒരു മോശം കാര്യമല്ല. വലിയ വലിയ കുടുംബത്തിലെ കുട്ടികൾക്ക് വരെ മോഡലിംഗ് പാഷനും പ്രൊഫഷനുമാണ്. ആയിരിക്കാം, പക്ഷെ ഞാൻ തയ്യാറല്ല. താല്പര്യം ഇവളിപ്പോ എവിടെ ഉണ്ട്? പറയടാ, ഇവളുടെ പടം നീ എവിടുന്നാ എടുത്തത്? സാധാരണ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായ കൈ ചുരുട്ടി ഇങ്ങനൊരു പഞ്ചും ചെയ്ത് പിന്നെ ഇങ്ങനൊരു കിക്കും ചെയ്ത് മറുപടി പറയാനാ ആമിറിന് ഇഷ്ടം. ഇവിടെ ഇപ്പൊ അങ്ങനെ ചെയ്യാത്തത് നിങ്ങളുടെ ആവശ്യം ജെനുവിനാണെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാ. ഇതിലെ മോഡൽ ഇവളെ ഞാൻ കാണുന്നത് ഒരു യാത്രക്കിടയില, ഊട്ടിയിൽ വെച്ച്. ഊട്ടിയിലോ? അതെ. ഒരുപാട് പൂക്കൾക്കിടയിൽ പൂക്കളെക്കാൾ മനോഹരമായി ഈ മുഖം. അങ്ങനെയൊരു ഫ്രെയിമായിരുന്നു മനസ്സിൽ. നടന്നില്ല. അവൾ പിടി തന്നില്ല. വഴുതി ഒരൊറ്റ പോക്ക്. ഒരുപാട് തിരഞ്ഞു, പക്ഷെ കിട്ടിയില്ല.